ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച OTT വഴി റിലീസ് എത്തിയിരിക്കുന്ന ഏകദേശം 10ഓളം സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട OTT റിലീസുകൾ പരിശോധിക്കുക. ഒന്നാമത്തെ ചിത്രം പെണ്ണുകേസ് എന്ന് പറയുന്ന സിനിമയാണ്. നിഗ്ര വിമൽ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ആയിരുന്നു പെണ്ണുകേസ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേഷ് പിഷാരടി, ഇർഷാദ് അലി തുടങ്ങിയ മലയാളത്തിലെ ഒരുപാട് താരങ്ങൾ അണിനിരുന്നിട്ടുണ്ടായിരുന്നു. നാടകം നടന്ന് വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു യുവതിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. നവാഗതനെ ഫൈവിൻ സിദ്ധാർത്ഥ് ഡയറക്ട് ചെയ്ത ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 2025 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇന്ദ്രജിത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തിൽ ധീരം എന്ന് പറയുന്ന സിനിമ. ഇന്ദ്രജിത്തിനൊപ്പം തന്നെ അജു വർഗീസ്, ദിവ്യ പിള്ള, നിഷാന്ത് സാഗർ, റബ മോണിക്ക ജോൺ, സാഗർ സൂര്യ, അവന്തിക മോഹൻ, ശ്രീജിത്ത് രവി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രമായിരുന്നു. നവാഗതനായ ജിതിൻ ടി സുരേഷ് സംവിധാനം ചെയ്ത ധീരം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം സൺനെക്സ്റ്റ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നത് ഖജുരാഹോ ഡ്രീംസ് എന്ന് പറയുന്ന സിനിമ. അർജുൻ അശോകൻ, ശ്രീനാഥ് ബാസി, ഷറഫുദ്ദീൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ ചിത്രമായിരുന്നു ഖജുരാഹോ ഡ്രീംസ് എന്ന് പറയുന്ന സിനിമ. ധ്രുവൻ, അതിഥി രവി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. റോഡ് മൂവി എന്നതിനൊപ്പം തന്നെ പ്രണയവും ചിരിയും ദുരൂഹതയൊക്കെ കോർത്തിണക്കിയ ചിത്രമായിരുന്നു ഖജുരാഹോ ഡ്രീംസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴിൽ നിന്നും ഒരു ചിത്രം എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്കുള്ള ഒരു പെൺകുട്ടിയുടെ യാത്ര കഥ പറയുന്ന മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളുടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾക്ക് സുപരിചിതനായിട്ട് മാറിയ താരമാണ് രാജേഷ് മാധവൻ. അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മുഹമ്മദ് റാഫി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പായ്ക്കപ്പൻ എന്ന് പറയുന്ന സിനിമയാണ്. മീര വാസുദേവൻ, ഇർഷാദ് അലി, ഇന്ദ്രൻസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രം ഇപ്പോഴത്തെ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണ് ശുക്രൻ എന്ന് പറയുന്ന ബിബിൻ ജോർജ് ചിത്രത്തിന്റേതാണ്. ബിബിൻ ജോർജ്, ഷൈൻ ടോം ചാക്കോ, ചന്തുനാഥ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രമായിരുന്നു ശുക്രൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ സൺനെക്സ്റ്റ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ ഒരു തമിഴ് ചിത്രത്തിന്റേതാണ്. ലോക്ക്ഡൌൺ എന്നാണ് സിനിമയുടെ പേര്. അനുപമ പരമേശ്വരനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനെ AR ജീവ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ലോക്ക്ഡൌൺ എന്ന് പറയുന്ന സിനിമ. ജനുവരി മാസം 30 തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ നമുക്ക് തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലായിട്ട് ഈ ആഴ്ച OTT വഴി റിലീസ് എത്തിയ ചിത്രങ്ങളെ നോക്കുകയാണെങ്കിൽ തെലുങ്ക് ചിത്രമായിട്ടുള്ള ഫ്രൈഡേ എന്ന് പറയുന്ന തമിഴ് ചിത്രം ഇപ്പോഴത്തെ സൺനെക്സ്റ്റ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ പൂക്കി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രത്തിന്റെയാണ്. ഇപ്പോഴത്തെ ചിത്രം C5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ തെലുങ്ക് ചിത്രം ഫൊങ്കി എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പോഴത്തെ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ് ചിത്രമായിട്ടുള്ള കറുപ്പ് പൾസർ എന്ന് പറയുന്ന സിനിമ ടെന്റുകോട്ട എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ഇംഗ്ലീഷ് ചിത്രങ്ങളായിട്ടുള്ള ഒന്ന് സുപ്പർട്ടിയ 2 എന്ന് പറയുന്ന ഡിസ്നിയുടെ ഏറ്റവും പുതിയ ചിത്രം ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന സിനിമയെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കാളിദാസ് ജയറാം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ജി പ്രജിത്ത് അണിയിച്ചൊരുക്കിയ ആശകളായിരം എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന മാർച്ച് മാസം തന്നെ C5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ ഈ ഒരു വർഷം വിജയമായിട്ട് മാറിയ ചിത്രമാണ് മർദാനി 3 എന്ന് പറയുന്ന സിനിമ. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായിട്ട് ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 27 സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ C5ന്റെ ഏറ്റവും പുതിയ സീരീസാണ് കാസർഗോഡ് എംബസി എന്ന് പറയുന്ന വെബ് സീരീസ്. ഈ വരുന്ന മാർച്ച് മാസം 20 C5 വഴി ഈ ഒരു സീരീസ് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മലയാള സിനിമയിൽ ഈ ഒരു വർഷം വിജയ ചിത്രമായിട്ട് മാറിയ ചിത്രമായിരുന്നല്ലോ പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ. ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, രാജേഷ് മാധവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി വിജേഷ് മാണത്തൂർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ. C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് C5 വഴി സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ഓരോ ആഴ്ചത്തെ കൃത്യമായിട്ടുള്ള OTT അപ്ഡേറ്റ്സുകളും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.